ചിക്കൻ ബിരിയാണി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. നല്ല സിമ്പിളുമാണ്, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അതിനായി ആദ്യം തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 5 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമുക്കിതാ ഇതുപോലെ അരി വെന്ത് കിട്ടും. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഞാനിവിടെ പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് രണ്ടും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു കളർ ആകുമ്പോഴത്തേനും അത് റെഡി ആവും കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് ബിരിയാണിയിൽ ഇടാനുള്ള സവാള വറുത്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു 2 ചെറിയ സവാളയാട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു കളർ ആകുമ്പോഴത്തേനും നമുക്ക് അത് റെഡിയാണ്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ സെയിം പാനിലേക്ക് ഇനി ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് കുറച്ച് നേരം ഇളക്കിയ ശേഷം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും അതിലേക്ക് നന്നായി ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള എല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി വഴണ്ട ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചിക്കനെല്ലാം നന്നായിട്ട് ആ സവാളയിലേക്കും തക്കാളിയിലേക്കും ഒക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും ബിരിയാണി മസാല ഇടുന്നുണ്ട്. ബിരിയാണി മസാല ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കണ്ട. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇപ്പം ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മസാലയെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ലെയർ ചിക്കൻ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസിൻ്റെ മുകളിൽ ഞാൻ കാഷ്നട്ടും മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചിക്കൻ വെച്ച് വീണ്ടും റൈസ് ഇട്ട് സെയിം തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.